ജോസഫ്, ഈ തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? അപ്പം മന്ത്രി പറഞ്ഞത് എന്തൊക്കെ കാര്യങ്ങളാണ്? മറ്റു വിവരങ്ങൾ എങ്ങനെ? അശ്വതി, നിലവിൽ ഒന്നാമത്തെ പോയിന്റിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് എന്ന കാര്യമാണ് അദ്ദേഹം പ്രധാനമായും പറഞ്ഞത്. ഈ മരിച്ച ആൾ അൻസാരി ഇമ്രാൻ ആണോ എന്നൊരു സംശയമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. അദ്ദേഹത്തെ ഐഡന്റിഫൈ ചെയ്യുന്ന തരത്തിലുള്ള ചില സൂചനകൾ ഈ മൃതദേഹ ഭാഗത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇയാളുടെ മൃതദേഹം ഇപ്പോൾ വൈത്തിരിയിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിച്ച് ബോഡി എംബാം ചെയ്യുന്നതിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. അവിടെ നിന്ന് എയർ ലിഫ്റ്റ് ചെയ്ത് മൃതദേഹം നാട്ടിലെത്തിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ മൃതദേഹം ബന്ധുക്കൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു പരിശോധനയാണ് നടത്തുന്നത്. ഇല്ലെങ്കിൽ DNA ഉൾപ്പെടെയുള്ള പരിശോധനകൾക്ക് വിധേയമാക്കാനാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഒന്നാമത്തെ ഭാഗം കേന്ദ്രീകരിച്ചും ഒന്നും രണ്ടും ഭാഗം കേന്ദ്രീകരിച്ച് പരിശോധന കൂടുതൽ കാര്യക്ഷമമാക്കാനാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ ഈ യന്ത്രങ്ങളുടെ ഭാഗങ്ങളും അതുപോലെ തന്നെ ഈ പാലത്തിന്റെ കെട്ടിടാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഉണ്ട്. അതിന്റെ ഇടയിൽ നിന്നാണ് ഈ മൃതദേഹം കണ്ടെത്തിയെന്ന കാര്യമാണ് അദ്ദേഹം പ്രധാനമായും സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നും പുഴയിലിറങ്ങിയുള്ള കാര്യക്ഷമമായിട്ടുള്ള ഒരു പരിശോധന ഉണ്ടാകുമെന്നും മന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ ഊർജിതമായും കാര്യക്ഷമമായും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അധികാരികളുടെ തീരുമാനം. എന്തായാലും രാവിലെ തന്നെ ഒരു ആശ്വാസകരമായ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നതാണ്. ഒരാളുടെ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു തൊഴിലാളിയുടെ മൃതദേഹമാണ് കണ്ടെത്താൻ സാധിക്കുന്നത്. അൻസാരി ഇമ്രാൻ എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇത് ഔദ്യോഗികമായി പിന്നീട് സ്ഥിരീകരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ഈ നടപടികൾക്കായി മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കടാവർ ഡോഗുകളെ ഉപയോഗപ്പെടുത്തിയുള്ള പരിശോധനയിലാണ് ഇത്തരത്തിൽ ഈ ഫലം കണ്ടത്. രാവിലെ തന്നെ ഫലം കണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഡോഗുകളെ ഉൾപ്പെടെ ഈ പ്രദേശത്തേക്ക് എത്തിച്ചുകൊണ്ട് പരിശോധന പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ഈ ദൌത്യ സംഘം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ യന്ത്ര സാമഗ്രികൾ ഉൾപ്പെടെ ഈ പ്രദേശത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ദൌത്യ സംഘത്തെ ഉൾപ്പെടെ വിപുലീകരിച്ചുകൊണ്ടുള്ള വലിയ കർമ്മ പദ്ധതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിച്ചിട്ടുള്ളത്. മണ്ണ് മുഴുവനായും നീക്കും, മാത്രമല്ല കുടുങ്ങിക്കിടക്കുന്നവരെ മുഴുവൻ കണ്ടെത്തുമെന്ന കാര്യമാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിപുലമായ ക്രമീകരണങ്ങൾ ഇന്നലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ ദിവസങ്ങളിൽ സമാന രീതിയിൽ തെരച്ചിൽ നടത്താൻ തന്നെയാണ് തീരുമാനം. ഏറ്റവും പ്രധാനപ്പെട്ടത് മൃതദേഹം കണ്ടെത്തിയത് ഒന്നാമത്തെ സ്പോട്ടിൽ നിന്നാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒന്നാമത്തെ സ്പോട്ട് കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയപ്പോൾ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പരിശോധിക്കാൻ കഴിയാതിരുന്നത് വലിയ രീതിയിലുള്ള മൺകൂനി ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ മണ്ണ് മാറ്റുന്ന സമയത്ത് മണ്ണ് ഇടിഞ്ഞു വീഴാനുള്ള ഒരു സാധ്യതയും ഈ പ്രദേശത്തുണ്ടായിരുന്നു. കാലാവസ്ഥ അനുകൂലമായ ഒരു സാഹചര്യത്തിലാണ് ഈ ഒന്നാമത്തെ സോൺ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന നടത്തിയത്. മറ്റൊരു പ്രധാന പരിഗണന ഇപ്പോൾ നൽകുന്നത് ഈ പുഴയോട് ചേർന്നുള്ള ഒരു ഭാഗത്താണ്. ഈ പുഴയോട് ചേർന്നുള്ള ഭാഗത്ത് ആളുകൾ കൂടുതലായി പെട്ടുപോയിട്ടുണ്ടാകാം എന്നൊരു അനുമാനത്തിലാണ് ഇപ്പോൾ ദൌത്യ സംഘമുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പുഴയുടെ ഭാഗം കേന്ദ്രീകരിച്ച് പരിശോധന നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതാണ്. രാവിലെ മുതൽ തന്നെ ഒരു 3 മണിക്കൂറിലധികമായി മഴ പൂർണ്ണമായും നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. മാത്രമല്ല മേഘം മുഴുവനായും മാറിയിട്ടുണ്ട്. തെളിഞ്ഞ ഒരു അന്തരീക്ഷമാണ്. ഇതുതന്നെയാണ് ഈ ദൌത്യത്തിന് ഏറ്റവും കൂടുതൽ ഉത്തേജനം പകരുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇവിടെ എത്തിച്ചേരും. ഈ ദുരന്ത ഭൂമി സന്ദർശിക്കും. അതിനുശേഷം ചികിത്സയിലുള്ളവരെയും ഈ ക്യാമ്പിൽ കഴിയുന്നവരെയും നേരിൽ കണ്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിനുശേഷം അദ്ദേഹം കൽപ്പറ്റയിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ തന്നെ ഒരു ആശ്വാസകരമായ ഒരു വാർത്ത ലഭിക്കുന്നത് 2 ദിവസത്തെ തിരച്ചിലിൽ 3-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഒരു മൃതദേഹം കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും
ആശ്വാസകരമായിട്ടുള്ള കാര്യം. എന്തായാലും ഒരു തൊഴിലാളിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ സോണിൽ JCB ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്താനായത്. ഈ ഭാഗം കേന്ദ്രീകരിച്ച് കൂടുതലായി പരിശോധന നടത്താനാണ് ഇപ്പോൾ മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് കൂടുതൽ അതായത് ഈ വാഹനം കിറ്റാജി ഉൾപ്പെടെയുള്ള വാഹനം ഓടിച്ചിരുന്നവരാണ് ഈ അപകടത്തിൽപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ യന്ത്ര ഭാഗങ്ങളുടെയും അതുപോലെ തന്നെ ഈ കെട്ടിടങ്ങളുടെ ചില അവശിഷ്ടങ്ങളുണ്ടായിരുന്നു. ആ അവശിഷ്ടങ്ങളും കണ്ടെത്തിയ ഭാഗത്താണ് ഇത്തരത്തിൽ ഈ മൃതദേഹം കണ്ടെത്താനായിട്ടുള്ളത്. തുടർന്ന മണിക്കൂറുകളിലും സമാന രീതിയിൽ തന്നെ തിരച്ചിൽ നടത്താൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മന്ത്രിമാർ 2 പേർ ജില്ലയിൽ ക്യാമ്പ് ചെയ്ത് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. മന്ത്രിമാരായ T. സിദ്ദിഖ്, AP അനിൽകുമാർ എന്നിവരാണ് ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഈ ലയങ്ങളിലൊക്കെ ഈ ആളുകൾ ജോലി ചെയ്തിരുന്ന ആളുകളെയൊക്കെ ഇവിടെ നിന്ന് അവരുടെ സാധനങ്ങൾ ഉൾപ്പെടെ എടുത്ത് മാറ്റുന്ന കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും നിലവിൽ ഒരു തെളിഞ്ഞ അന്തരീക്ഷം ഉള്ളത് ഈ പ്രവർത്തനങ്ങളുടെ വേഗം വർദ്ധിപ്പിക്കുന്നുണ്ട്. കൂടുതൽ യന്ത്ര സാമഗ്രികൾ, ഗിറ്റാജി, ബൂം എക്സ്കവേറ്റർ, അതുപോലെ തന്നെ ഈ മണ്ണ് നീക്കാൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള തൊഴിലാളികൾ, ഇവരെ കൂടുതലായി എത്തിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇന്നത്തെ പരിശോധന കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാലാവസ്ഥ അനുകൂലമായി തന്നെ തുടരുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഏതായാലും ഈ തെളിഞ്ഞൊരു അന്തരീക്ഷത്തിൽ ഈ മലയുടെ മുകളിൽ ഇത്തരത്തിൽ നീർച്ചാലുകളൊക്കെ രൂപപ്പെട്ടിരുന്നു. പക്ഷേ അതിനെല്ലാം അല്പം ശമനമുണ്ടായിരിക്കുന്നു. അതുതന്നെ ഏറ്റവും വലിയ ആശ്വാസമാണ്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ നമുക്കൊരു മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ സോണിൽ നടത്തിയ പരിശോധനയിലാണ് ഈ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ മൃതദേഹം വൈത്തിരിയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്.